കഥാസരിതസാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് മാർക്കണ്ഡേയനും കാലനും എന്ന കഥയാണ്. വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ്. ആയതിനാൽ ഉച്ചാരണത്തിലും ദൃശ്യത്തിലും ചില പോരായ്മകൾ ഉണ്ടാകാം. സദയം ക്ഷമിക്കുക. നമുക്ക് കഥയിലേക്ക് കടക്കാം. മാർക്കണ്ഡേയനും കാലനും. മരണത്തെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? മരണദേവനായ യമരാജനെപ്പോലും വെല്ലുവിളിച്ച ഒരു ഭക്തന്റെ കഥയാണിത്. വെറും 16 വയസ്സ് മാത്രം ആയുസ്സുണ്ടായിരുന്ന ഒരു ബാലൻ എങ്ങനെ മൃത്യുഞ്ജയൻ ആയി മാറി? ഭഗവാൻ ശിവനും യമദേവനും നേർക്കുനേർ വന്ന ആ നിമിഷം. നമുക്ക് നോക്കാം മാർക്കണ്ഡേയന്റെ അത്ഭുതകരമായ ചരിത്രം. ജനനവും ആയുസ്സിന്റെ രഹസ്യവും. മൃഗണ്ഡു മഹർഷിക്കും പത്നി മരുത്വതിക്കും കുട്ടികളില്ലായിരുന്നു. അവരുടെ കഠിനതപസ്സിൽ പ്രസാദിച്ച ഭഗവാൻ ശിവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ അവർക്ക് 2 ചോയ്സുകൾ നൽകി. ബുദ്ധിഹീനരായ കുറെ മക്കൾ വേണോ, അതോ സകല ഗുണങ്ങളും നിറഞ്ഞ 16 വയസ്സ് വരെ മാത്രം ആയുസ്സുള്ള ഒരു മകൻ വേണോ? മഹർഷി രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് മാർക്കണ്ഡേയൻ ജനിക്കുന്നത്. 16-ാം വയസ്സും കാലന്റെ വരവും. വർഷങ്ങൾ കടന്നുപോയി. മാർക്കണ്ഡേയൻ സകല കലകളും പഠിച്ചു. മഹാദേവന്റെ വലിയ ഭക്തനായി വളർന്നു. അവൻ 16 വയസ്സ് തികയുന്ന ദിവസം അടുത്തു. തന്റെ മകൻ മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞ മാതാപിതാക്കൾ സങ്കടത്തിലായി. എന്നാൽ മാർക്കണ്ഡേയൻ ഒട്ടും ഭയപ്പെട്ടില്ല. അവൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥന തുടർന്നു. സമയം അടുത്തു. പോത്തിന്മേൽ ഏറി കൈയിൽ പാശവുമായി സാക്ഷാൽ യമരാജൻ മാർക്കണ്ഡേയന്റെ ജീവൻ എടുക്കാൻ എത്തി. എന്നാൽ ശിവലിംഗത്തെ അഭയം പ്രാപിച്ച കുട്ടിയെ തൊടാൻ യമൻ സാധിച്ചില്ല. മഹാദേവന്റെ പ്രവേശം. യമരാജൻ തന്റെ കാലപാശം എറിഞ്ഞു. അത് മാർക്കണ്ഡേയന്റെ കഴുത്തിലും ഒപ്പം ആ ശിവലിംഗത്തിലും കുടുങ്ങി. ഇത് കണ്ട് ക്രുദ്ധനായ മഹാദേവൻ ലിംഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഭക്തനെ തൊടാൻ ശ്രമിച്ച കാലനെ ശിവൻ തന്റെ കാൽ കൊണ്ട് ചവിട്ടി വീഴ്ത്തി. ലോകത്തെ സംരക്ഷിക്കാൻ ഒടുവിൽ യമരാജനെ ശിവൻ വധിച്ചു എന്നാണ് കഥ. പിന്നീട് ദേവന്മാരുടെ അപേക്ഷപ്രകാരം പുനർജീവിപ്പിച്ചു. മരണത്തെ ഭയപ്പെടാത്ത ഭക്തിക്ക് മുന്നിൽ കാലൻ പോലും തോറ്റുപോയി. ശിവൻ മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചു. നീ എന്നും 16 വയസ്സുള്ളവനായി ജീവിക്കും. അങ്ങനെ മാർക്കണ്ഡേയൻ എന്നും 16-കാരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ശുദ്ധമായ ഭക്തിക്ക് മരണത്തെപ്പോലും കീഴടക്കാം എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ശുഭദിനം.